കേരളത്തിലേക്ക് നിക്ഷേപത്തിന് തയ്യാറായി വ്യവസായ ലോകം. കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ നിക്ഷേപത്തിന് തയ്യാറായി നിരവധി വ്യവസായ ഗ്രൂപ്പുകൾ രംഗത്ത് വന്നു. ലോജിസ്റ്റിക് മേഖലയിൽ 5000 കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന് ദുബായ് ഷറഫ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. ആഗോള നിക്ഷേപ ഉച്ചകോടി ഇന്ന് സമാപിക്കും. നിക്ഷേപക സംഗമം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഏതൊക്കെ പദ്ധതികൾ എത്ര കോടിയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വന്നതെന്ന് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 1 ലക്ഷം കോടിക്ക് മുകളിൽ നിക്ഷേപം കടക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. തുറമുഖ ലോജിസ്റ്റിക് മേഖലയിലാണ് നിക്ഷേപം നടത്തുകയെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷറഫ് പറഞ്ഞു. With the support of the Kerala government, with the investment of more than 5,000 crores. So I hope this investment decision will bring in a lot of work, business from other side of the world to Kerala. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. The government has been focusing on making India a major shipbuilding player in the world. We want to be at least the number 3 or number 3 to number 5 level shipbuilder in the world. നിക്ഷേപക സംഗമം ടൂറിസം മേഖലയിൽ ഗുണകരമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒരു വലിയ പോസിറ്റീവ് വൈബായി മാറിക്കഴിഞ്ഞു. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നില വന്നു. കേരളത്തിന്റെ വ്യവസായ കുതിപ്പ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് കേരളത്തിന്റെ ടൂറിസം മേഖലയാണ്. അദാനി, ലുലു, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം എത്തും. 5000 കോടിയുടെ ഇ കൊമേഴ്സ് ഹബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3000 കോടിയും ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടി നിക്ഷേപവും പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പിന്റെ പുതിയ നിക്ഷേപ പദ്ധതികൾ ഉടൻ അറിയാം. IT സേവന മേഖലയിലും ഭക്ഷ്യ സംസ്കരണ രംഗത്തും ലുലു നിക്ഷേപം നടത്തും. സമാപന സമ്മേളനത്തിൽ വ്യവസായ മന്ത്രി P. രാജീവാകും കേരളത്തിൽ എത്ര കോടി രൂപയുടെ ഏതൊക്കെ വമ്പൻ പദ്ധതികളുടെ താൽപര്യപത്രങ്ങൾ ലഭിച്ചു എന്നത് പ്രഖ്യാപിക്കുക. ലഭിച്ച താൽപര്യപത്രങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിലാകും സർക്കാർ ശ്രദ്ധ. നിക്ഷേപക സംഗമ വേദിയിൽ നിന്ന് ടീം 24.